എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി കോട്ടാറ്റ് തുരുത്തിപ്പറമ്പ് റോഡാണ് ഈ പിറകിൽ കാണുന്നത്. ഈ തുരുത്തിപ്പറമ്പ് നിവാസികൾക്ക് ചാലക്കുടിയിലേക്ക് വരാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇത് 2018-ലും 2019-ലും ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. അതിനുശേഷം ഈ റോഡ് എന്ന് മുങ്ങുന്നൊരവസ്ഥയാണുള്ളത്. ഈ എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ മുങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സമീപവാസികൾക്ക് പല കാരണങ്ങളും പറയാനുണ്ട്. കാരണം ഈ റോഡിൻ്റെ നിർമ്മാണം ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാവുന്ന ഒരു സംഭവമാണെന്നാണ് അവർ പലപ്പോഴും പറയുന്നത്. കാരണം ഇത് നമുക്കറിയാം, ഇത് തുരുത്തിപ്പറമ്പിൽ നിന്നുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള എളുപ്പ വഴിയാണ്. ഈ ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതിയാണ്. ഇന്നിപ്പോൾ ഇത് വെള്ളത്തിലായി. ചാലക്കുടി പുഴയിൽ വെള്ളം കൂടുന്നതനുസരിച്ച് ഇവിടെയും വെള്ളം കയറുമെന്നാണ് സമീപവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ വെള്ളം കയറുന്നതെന്നും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് സമീപവാസിയായിട്ടുള്ളൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി കോട്ടാറ്റ് മേഖലയെയും ആളൂർ പഞ്ചായത്തിൽ തുരുത്തിപ്പറമ്പിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇതിൽ വെള്ളം കയറാമെന്ന് പറഞ്ഞാൽ ചാലക്കുടി പുഴയിലെ വെള്ളത്തിൻ്റെ ലെവൽ ഉയരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം പോകുന്നത് ചാലക്കുടി പുഴയ്ക്കാണ്. ചാലക്കുടി പുഴയിലെ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളം തള്ളിക്കയറും. ഈ റോഡിൻ്റെ ഒരു നിർമ്മാണം, ഒരു മാറ്റം വരുത്തിയാൽ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതെങ്ങനെയാണ്, എന്താണ് നിർമ്മാണം? പറയന്തോടിൽ ചെറിയൊരു പാലമുണ്ട്. പണ്ട് ഒരുപാട് പഴക്കമുള്ള പാലമാണ്. ഈ പാലത്തിന് ഹൈറ്റ് കുറവാണ്. ഈ പാലം ഉയർത്തുകയും അതിൻ്റെ സൈഡ് റോഡ് കുറച്ച് ഉയർത്തി കഴിഞ്ഞാൽ ഇത് ഇത്രയ്ക്ക് രൂക്ഷമായ ഗതാഗത തടസ്സമോ ഈ വെള്ളം കയറുന്ന ഇതും ഉണ്ടാവില്ല. ഈ റോഡിലൂടെ ഒത്തിരി വാഹനങ്ങൾ പോകുന്നതാണ്. കാരണം കോട്ടാറ്റിലും ഇവിടെയൊക്കെ സ്കൂൾ പിള്ളേരുകളും കോളേജ് പിള്ളേരും എല്ലാവരും ഇവിടെയാണ് വന്നിട്ടാണ് ബസ് കയറുന്നതും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഒത്തിരി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടാണ്? എല്ലാ വർഷവും വെള്ളം കയറുന്നുണ്ട്. ഒരു ചാലക്കുടി പുഴയിൽ വെള്ളം കൂടി, ഡാമിൽ നിന്ന് വെള്ളം വിട്ട് വെള്ളം കൂടിയാൽ അപ്പോൾ റോട്ടിൽ വെള്ളമായി. അപ്പോൾ ജനങ്ങൾ ഒത്തിരി ഒറ്റപ്പെടുത്തുന്ന ഒരു ഇതാണ് തുരുത്തിപ്പറമ്പിലെ ആൾക്കാരാണ് കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത്. അവിടുന്ന് ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചുറ്റിക്കറങ്ങി പോകുന്നു.